ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വ്യാവസായിക വളർച്ചയിലേക്ക് കാലൂന്നിയിരുന്ന പല രാജ്യങ്ങളിലും കുറഞ്ഞ വേതനത്തിലും മോശപ്പെട്ട തൊഴിൽ ചുറ്റുപാടിലും ജീവിക്കേണ്ടി വന്ന സ്ത്രീകളുടെ കരളുറപ്പിന്റെ അനുസ്മരണമാണ് രാജ്യാന്തര വനിതാ ദിനമെന്ന ആശയത്തിന് പാതയൊരുക്കിയത്. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, കുടുംബം തുടങ്ങിയ കാര്യങ്ങളിൽ വനിതകൾ നേടിയ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായാണ് ഈ ദിനം ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്നത്. വിവിധ മേഖലകളിൽ കഴിവുകൾ തെളിയിച്ച് പുതിയ പാതകൾ വെട്ടി മുന്നേറിയവരുടെ കഥകൾ തരുന്ന ഊർജം പുതുതലമുറയ്ക്ക് പകരാനും ഈ ദിനം ആചരിക്കുന്നത് കൊണ്ട് ലക്ഷ്യമിടുന്നുണ്ട്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എത്തിയ നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ പോരാട്ടങ്ങളും ചിന്തകളും മാതൃകകളാക്കി മുന്നേറുന്ന ഒരു പുതിയ തലമുറയെ തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കാലം കടന്നു പോകുമ്പോൾ ചരിത്രങ്ങളിൽ തങ്ങളുടെ പേരെഴുതി ചേർക്കുകയും അത് മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിപ്പിക്കുകയും ചെയ്ത ചിലരെയെങ്കിലും എല്ലാവരും ഓർക്കും. ഓർത്തു നോക്കിയാൽ അത്തരത്തിലുള്ള നിരവധി പേരുകളാണ് നമുക്ക് മുന്നിൽ എത്തുക. തിരഞ്ഞെടുത്ത മേഖലയിൽ പൊൻകിരീടം സ്വന്തമാക്കിയ ഒട്ടേറെ ആളുകൾ. അവരിൽ ഒരാളാണ് തമിഴ് കവിയും ഗാനരചയിതാവുമായ താമര. ബുദ്ധമതത്തിലെ ഏറ്റവും തിരിച്ചറിയാവുന്ന ജ്ഞാനോദയ ചിഹ്നങ്ങളിൽ ഒന്നാണ് താമര. പല ബുദ്ധമത പാരമ്പര്യങ്ങളിലും ഇതിന് പ്രാധാന്യവുമുണ്ട്. കവിത പോലെ സുന്ദരമായൊരു പേര് താമരയ്ക്ക് സമ്മാനിച്ചത് കവിയും നാടകകൃത്തുമായിരുന്ന അവരുടെ അച്ഛനാണ്. തമിഴ് ചലച്ചിത്ര ഗാനരംഗത്ത് തൻ്റെതായ ഇരിപ്പിടം സ്വന്തമാക്കുമെന്നോ അതിലൂടെ മലയാളികൾ ഉൾപ്പെടെയുള്ള സംഗീതാസ്വാദകർ തൻ്റെ പേരിലേക്ക് എത്തുമെന്നോ ഒരുപക്ഷെ അദ്ദേഹം കരുതിയിരുന്നിരിക്കാം. നമുക്കറിയാം, ചെളിവെള്ളത്തിലാണ് താമര വളരുന്നത്. ആയതിനാൽ സംസാരത്തിന്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ ഉയർന്നു വരുന്ന പ്രബുദ്ധമായ മനസ്സിന്റെ വിശുദ്ധിയെ ബുദ്ധമത വിശ്വാസപ്രകാരം അത് പ്രതീകപ്പെടുത്തുമ്പോൾ തോറുതത്തിന്റെ കവിതയിൽ താമര ഏറ്റവും വലിയ രാജ്ഞി പുഷ്പമാണ്. വിവിധ ഗുണങ്ങളെ സംയോജിപ്പിക്കുന്ന പ്രതീകമാണ്. തമിഴ് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീ സാന്നിധ്യങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ചും ഗാനരംഗത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പേരാണ് താമരയുടേത്. ഒരു കാലത്ത് അഭിനയ മേഖലയിൽ മാത്രം സ്ത്രീകൾക്ക് അവസരങ്ങൾ സൃഷ്ടിച്ചിരുന്ന തമിഴ് സംസ്കാരത്തെ പുനർചിന്തനത്തിന് വിധേയയാക്കിയവരിൽ ഒരാൾ. ജീവിതം മാറ്റിയ യാത്ര. എഞ്ചിനീയറായ താമര സ്വദേശമായ കോയമ്പത്തൂരിൽ 6 വർഷത്തോളം ജോലി ചെയ്ത ശേഷമാണ് പാട്ടെഴുത്തുകാരിയാവണമെന്ന മോഹവുമായി ചെന്നൈയിലേക്ക് വണ്ടി കയറുന്നത്. ഫ്രീലാൻസ് ജേർണലിസ്റ്റായി കഷ്ടിച്ചു കഴിഞ്ഞുകൂടവെയാണ് സംവിധായകൻ സീമാനെ പരിചയപ്പെടുന്നത്. 1998 അദ്ദേഹം തൻ്റെ ഇനിയവളെ എന്ന സിനിമയിൽ തെൻട്രൽ എന്താൻ എന്ന ഗാനത്തിലൂടെ സിനിമാ മേഖലയിലേക്ക് അവർക്ക് പ്രവേശനം നൽകി. ആ വർഷം തന്നെ ഉന്നിടത്തിൽ എന്നെ കൊടുത്തേൻ എന്ന ചിത്രത്തിൽ എഴുതിയ മല്ലികപ്പൂവേ മല്ലികപ്പൂവേ എന്ന ഗാനം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും പിന്നീട് അടുത്തെങ്ങും അവസരം കിട്ടിയില്ല. കമൽഹാസന്റെ തന്നാലിയിൽ എഴുതിയ ഇഞ്ചുറുങ്കോയ്ക്ക് 2000 സംസ്ഥാന പുരസ്കാരം ലഭിച്ചതോടെയാണ് താമര മാധ്യമ ശ്രദ്ധ ആകർഷിക്കുന്നത്. തൊട്ടു പിന്നാലെ വന്ന വസീകര സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. പിന്നീട് ഹിറ്റുകളുടെ ഘോഷയാത്ര. നായികയുടെ പ്രണയത്തിന് പെണ്ണിന്റെ വരികൾ. ഗൗതം മേനോന്റെ ചിത്രത്തിലൂടെയാണ് താമര തമിഴ് ചലച്ചിത്ര രംഗത്ത് ചുവടുറപ്പിക്കുന്നത്. നായികയുടെ പ്രണയത്തിന് ഒരു സ്ത്രീയുടെ വരികൾ എന്ന സങ്കല്പം ഗൗതം മേനോന്റെ മനസ്സിൽ വിരിഞ്ഞപ്പോൾ അതിന് താമരയുടെ മുഖമായിരുന്നിരിക്കണം. എഴുത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട അവർ തനിക്ക് കിട്ടിയ അവസരത്തെ കൃത്യമായി ഉപയോഗിച്ചപ്പോൾ പുതുമുഖ എഴുത്തുകാരി എന്ന നിലയിൽ അല്ല അവർ പ്രസിദ്ധയായത്. തമിഴിന്റെ പ്രണയങ്ങൾക്കും വിരഹത്തിനും താമരയുടെ മുഖമായിരുന്നു. ഗൗതം മേനോൻ, ഹാരിസ്, താമരത്രയം നിരവധി ഗാനങ്ങളാണ് തമിഴകത്തിന് സമ്മാനിച്ചത്. ലോകമെമ്പാടുമുള്ളവരുടെ ഹൃദയത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പായി ആ സ്വാതന്ത്ര്യത്തെ അവർ ഉപയോഗിച്ചു. തുടർന്നങ്ങോട്ടും താമരയുടെ കാലമായിരുന്നു. തമിഴിലെ നിരവധി ഗാനങ്ങളും അംഗീകാരങ്ങളും അവരെ തേടിയെത്തി. ഗാനരചനയിൽ തമിഴ് സിനിമയിൽ അങ്ങേയറ്റം സ്വതന്ത്ര വ്യക്തിത്വമുള്ളവളാണ് താമര. തമിഴ് സിനിമാ ഗാനരംഗത്തെ അനുപേക്ഷണീയ രചയിതാവ്. താമരയുടെ വരികൾക്കായി തമിഴ് സിനിമാ ലോകം കാതോർക്കുന്നതും അവർക്കായി പ്രൊഡ്യൂസർമാർ ക്യൂ നിൽക്കുന്നതുമൊക്കെ ഒരു കാലത്ത് തമിഴ്നാട്ടിൽ സ്ഥിരമായിരുന്നു. കാക്ക കാക്കയിലെ ഉയിരിനുയിരെ, മിന്നലയിലെ വസീകര, തെന്നാലിയിലെ ഇഞ്ചുറുങ്കോ ഇഞ്ചുറുങ്കോ, വാരണമായിരത്തിലെ അവ എന്നെ തേടി വന്ന, നെഞ്ചുക്കൾ പീതിടും മാമഴി, അങ്ങനെ തൊട്ടതെല്ലാം ഹിറ്റാക്കിയ വനിതാ രത്നം. ഗാനം ഹിറ്റാകണമെങ്കിൽ താമരയുടെ വരികൾ വേണമെന്ന അവസ്ഥ. AR റഹ്മാൻ പോലും അംഗീകരിച്ച എഴുത്തുകാരി. തള്ളിപ്പോകാതെ, രാസാലി തുടങ്ങിയ റഹ്മാൻ ഹിറ്റുകളിൽ ഉൾപ്പെടെ അവരുടെ കയ്യൊപ്പ് പതിഞ്ഞത് ചരിത്രം തന്നെ. താമരയുടെ ചൂടൻ വരികൾ എല്ലാവരെയും ഒരുപോലെ ആകർഷിച്ചു. കണ്ണദാസൻ, വാലി, വൈരമുത്തു തുടങ്ങിയ 1ാം നിര എഴുത്തുകാരുടെ പരമ്പരയിലെ ഇളമുറക്കാരിയായി താമരയെ തമിഴ് സിനിമാ ലോകം അംഗീകരിച്ചു.
സംസ്ഥാന പുരസ്കാരത്തിന് പുറമെ ഫിലിം ഫെയർ പുരസ്കാരങ്ങൾ, വിജയ് പുരസ്കാരങ്ങൾ, ദേശീയ അംഗീകാരങ്ങൾ എന്നിവയും താമരയെ തേടി വന്നു. പലരുടെയും നെറ്റി ചുളിപ്പിക്കുന്ന രീതിയിൽ ചൂടൻ വരികളാണ് താമരയുടെ തൂലികയിൽ പിറന്നു വീണത്. താമരയുടെ പല വരികളും പശ്ചാത്തലമിട്ടത് ചൂടൻ രംഗങ്ങൾക്കുമാണ്. ആക്ടിവിസ്റ്റായ ത്യാഗു താമരയ്ക്കൊപ്പം എത്തിയപ്പോൾ അവരുടെ ജീവിതത്തിലും പ്രണയം വിടർന്നു. തുടർന്നുണ്ടായ വിരഹം ജീവിതത്തിന്റെ ഇരുണ്ട കാലത്തെ കൂടി എഴുതാൻ അവരെ പ്രേരിപ്പിച്ചു കാണും. കൺകളിരണ്ടാൽ എന്നവർ എഴുതിയപ്പോൾ നമുക്കത് പ്രണയത്തിന്റെ സംഗീതമായി മാറി. പാട്ടുകളിൽ ഇംഗ്ലീഷ് വേണ്ട, എ ഡോർ ആൻഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഫൺ എന്ന പേരിൽ ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ച താമര ഒരു ചെറു കഥാകൃത്ത് കൂടിയാണ്. ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ച് ഗാനങ്ങൾ എഴുതില്ല എന്ന നിർബന്ധമുള്ള താമരയുടെ തമിഴ് പ്രേമവും പ്രസിദ്ധമാണ്. ത്യാഗുവിനായി മകനെയും എടുത്തുകൊണ്ടുള്ള അവരുടെ സമരവും ആരും മറക്കാനിടയില്ല. സ്വന്തം ജീവിതത്തിനു വേണ്ടി പോരാടിയ ആ വനിതാ രത്നത്തെ ഈ വനിതാ ദിനത്തിൽ നമുക്കും ഓർമ്മിക്കാം.